Praise the Lord. Hallelujah. 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 ആകുല ചിന്തയാൽ നേരുകില്ല, ഭാരങ്ങൾ ഓർത്തിനി തളരുകില്ല. ആകുല ചിന്തയാൽ നേരുകില്ല, ഭാരങ്ങൾ ഓർത്തിനി തളരുകില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്നെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിലിനി, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിലിനി, ജയം എനിക്കുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പകൽ വേളയ്ക്കായി എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം തിരുവചന വേദഭാവവുമായി അങ്ങയുടെ സന്നിധിയിൽ നിലനിൽക്കുവാൻ വലിയവനായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യ പദവികളെ ഓർത്ത് തിരുനാമത്തിൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ കർത്താവെ, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കർത്താവെ ഹല്ലേലൂയ വിടുതലായി ഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യാശ ഉളവാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഉദ്ധാരണം പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവം സഹായിക്കേണ്ടതിനായ സ്തോത്രം. അടിനാവോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമേ. അടിനൊന്നുമില്ല, ഏതുമില്ല എന്ന് സമ്മതിക്കുന്നു. അടിന് ജീവിതത്തിലെ ബലഹീനതകൾ, കുറവുകളൊന്നും ആമേൻ കർത്താവെ ഹല്ലേലൂയ ഈ വിഷയത്തിന്റെ മേൽ പോരാടുവാൻ അനുവദിക്കാതെ വണ്ണം അടിയനെ രക്തത്താൽ വചനത്താൽ കഴുകി ദൈവം ശുദ്ധീകരിക്കേണ്ടതിനായ സ്തോത്രം. അടിന്റെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ ആമേൻ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ആമേ ഒന്നുപോലും നഷ്ടമാകാതെ വണ്ണം ആമേൻ കർത്താവ് നിലത്ത് ആമേ വീണ വിത്തുകളെ പോലെ ആമേൻ അത് 30, 60, 100 മേനി ഫലവത്തുള്ളതായി തീരേണ്ടതിനായി എൻ്റെ കർത്താവിനോട് പകൽക്കാലം ആമേൻ ആത്മാർത്ഥമായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. അടിയനെയും കുടുംബമായി താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ സ്തോത്രം. മാനവരാശിയുടെ പാപമോചനത്തിനായി ക്രൂശിലൂടെ യാഗമായി തീർന്ന് നമുക്കായി ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അടിയനെ സന്തോഷിപ്പിച്ച ഒരു തിരുവചന വേദഭാഗം വായിക്കാം. തിരുവചന കേൾവിക്കായി എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എനിക്ക് ഇതിനായി അവസരം നൽകിയ കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേകമുള്ള നന്ദിയെ ഈ സമയത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം തിരുവചന കേൾവിക്കായി ദൈവമക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. തിരുവചന വേദഭാഗ വായനയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 അധ്യായങ്ങൾ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കാം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ആമേൻ. സ്തോത്രം. ദൈവനാമമഹത്വം ഉണ്ടാകട്ടെ. ആകുലതകൾ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. ദൈവനാമത്തിന് മഹത്വം.
നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ പലതരത്തിൽ നമ്മുടെ ചിന്തയെയും പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതായി കാണാം. ഭാവിക്ക് വേണ്ടിയുള്ള കരുതലുകൾ നല്ലതാണ്. എന്നാൽ നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. അത് മാറ്റുവാൻ പറ്റാത്ത ചില പരിമിതികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ആവലാതി ആകുലതയുടെ ഫലമായി വരുന്നതാണ്. ആകുലപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് തിരുവചനം പറയുന്നത് പോലെ ഒരു മുഴം കൂട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ സാധ്യമില്ല എന്ന് പറയുന്നു. തനിയെ നമ്മുടെ ഭാരം ചുമന്നുകൊണ്ട് ആകുലതകൾ വരുന്നത് ദൈവഹിതമാണോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാരം വഹിച്ച് ഓടിയാൽ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപവും ഭാരവും വിട്ട് നമ്മൾ ഓടണം. മുറുകെ പറ്റുന്ന പാപങ്ങൾ, നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമന്നാൽ, കർത്താവിന്റെ സന്നിധി നമ്മളത് ഇറക്കി വെക്കാതിരുന്നാൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില ആകുലതകളെ പറ്റി ചുരുക്കമായി ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. തിരുവചനത്തിൽ ഞാൻ വായിച്ചതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രത്തോട് നമ്മൾ അറിയിക്കണം. നമ്മൾ വിചാരപ്പെടരുത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ നിലവുകൾ അത് ദൈവസന്നിധിയിൽ പൂർണ്ണതയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ചിന്തിക്കുവാനും വിചാരിക്കുവാനും. നമ്മുടെ വിചാരം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? കർത്താവിന് ഹിതമുള്ള ഒരു ജീവിത രീതിയാണോ നമുക്കുള്ളത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതായ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന വഴിയല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മളൊന്ന് ചിന്തിക്കും, കർത്താവിന് ഹിതം വേറെ ഒന്നായിരിക്കും. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കും ഇന്നത് ചെയ്യണം. അത് നമ്മുടെ മാനുഷികമായ ചിന്തകളുടെ ഒരു കാര്യമാണ്. എന്നാൽ ദൈവ ചിന്തകൾ എന്ന് പറയുന്നത് ആകുലതകളില്ലാതെ, വിചാരങ്ങളില്ലാതെ, വിചാരപ്പെടാതെ, നമ്മൾ ഒന്നിനെ ചൊല്ലിയും നമ്മെ നിരാശപ്പെടാതെ കർത്താവിന്റെ സന്നിധി നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുക. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നമ്മുടെ ഭാരത്തെ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ കർത്താവിന് അതിനെ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ ഭാരങ്ങൾ യഹോവയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടുവാനിടയാകുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെ പിന്നെ പറയുന്നു: എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. എന്നാൽ ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മളെ കാക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഭൗതിക കാര്യങ്ങൾ നമ്മൾ വിചാരപ്പെടാറുണ്ട്, ആധ്യാത്മിക വിഷയങ്ങൾ നമ്മൾ വിചാരപ്പെടാറുണ്ട്. ഈ വിചാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്? പിശാചാണ്. ആ പിശാച് നമ്മളിൽ കർത്തൃത്വം നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ആകുലമാകുന്ന ചിന്തകൾ നമ്മളിൽ കടന്നു വരുന്നത്. പലതിനെ ചൊല്ലി നമ്മൾ വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്തയെ കുറിച്ച് അറിയത്തില്ലേ? മാർത്ത എന്തിനെ ചൊല്ലി വിചാരപ്പെട്ടു? പലതിനെ ചൊല്ലി മാർത്ത വിചാരപ്പെട്ടു. യേശു മാർത്തയുടെ ഭവനത്തിൽ ലാസർ മരിച്ചപ്പോൾ വന്നിട്ടും അവിടുത്തെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുവാൻ ആർക്ക് സാധിച്ചില്ല? കർത്താവേ സ്തോത്രം, മാർത്തയ്ക്ക് സാധിച്ചില്ല. അവൾ ഭൗതിക കാര്യത്തിലും ആഹാര ക്രമീകരണത്തിലേക്കും അവൾ ആകുലപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. യേശുവിന് ഭൗതിക ആഹാരം നൽകുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ആത്മീക ആഹാരം ഭക്ഷിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. നാം പലപ്പോഴും ഭൗതിക കാര്യത്തിന് വേണ്ടി ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ നൽകാറുണ്ടോ പ്രിയ ദൈവമക്കളെ? പലരും നമ്മൾ അങ്ങനെയുള്ളവരാണോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം തിരുവചനം ഇങ്ങനെ പറയുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് തരാമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. മാർത്ത ഇവിടെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. നമ്മൾ ആത്മീയത നമ്മൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന്, എത്രത്തോളം കർത്താവിനോട് നമ്മൾ അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ പറ്റത്തില്ല. അതിനാൽ യേശു പറഞ്ഞു: മാർത്തേ, നീ പലതേ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തിനാണ്? നിന്റെ മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഒന്നു മാത്രം മതി, ആ കൃപ മതി. ഈ ബലത്തോടെ പോകുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിചാരപ്പെടാതെ, നിരാശപ്പെടാതെ, ആകുലതകൾ മറന്ന്, വ്യാകുലതകൾ മറന്ന് ദൈവസൻ നമുക്ക് നീതിയോടെ, നിഷ്കളങ്കതയോടെ നമുക്ക് ജീവിക്കാം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്കും നല്ല അംശം
സന്തോഷത്തെ തിരഞ്ഞെടുക്കാം എന്നാണ് ആ ഭാഗത്തിൽ പറയുന്നത്. രണ്ടാമതായി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ആത്മഭാരമുള്ളവരായിരിക്കുക. നമ്മൾ എന്തുള്ളവരായിരിക്കുക? ആത്മഭാരം. നമ്മളിൽ ഒരു ആത്മഭാരം വേണം. ആത്മഭാരവും ആകുലതയും രണ്ടും വേറെയാണ്. ആത്മഭാരം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നു. ആമേൻ, സ്തോത്രം. ആകുലത ആമേൻ സ്വയത്തോടെയുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നു. ആകുലത എന്ന് പറയുന്നത് ആത്മഭാരവും ആകുലതയും രണ്ടും രണ്ടാണ്. ആത്മഭാരം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നു. ആകുലത സ്വയത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നു. ആകുല ചിത്തൻ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു? ചോർത്തിക്കളയുക ചെയ്യുന്നത്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ഭാരങ്ങൾ സ്വന്തം തോളിലാണ് എന്ന് ചിന്തിച്ച് നമ്മൾ പോയാൽ, നമ്മൾ അങ്ങനെ ജീവിച്ചാൽ, അത് ഇറക്കി വെക്കാതെ നമ്മൾ തന്നെ അത് സ്വയം ചുമന്നാൽ, ആമേൻ, സ്വർഗം നമ്മളോട് പ്രവർത്തിപ്പാൻ, സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. അത് ഇനി നമ്മൾ ആ ഭാരത്തെ ഇറക്കി വെച്ച് സ്വർഗം നമുക്ക് തന്ന നിധിയാണ് യേശു ക്രിസ്തു. യേശു കർത്താവാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ആമേൻ നിധി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം, നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ യേശു അപ്പച്ചനാണ്. ആ യേശു അപ്പച്ചൻ നമ്മളോട് ചേർന്നിരുന്നാൽ, കർത്താവിനോട് നമ്മൾ പറ്റിയിരുന്നാൽ, അപ്പച്ചനും നമ്മളോട് പറ്റിയിരിപ്പാനിടയാകും. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുക. സങ്കീർത്തനത്തിൽ പറയുന്നു ദാവീദ്, അവൻ പറയുന്ന വചനം ഇങ്ങനെയാ: അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോ കർത്താവിനോട് നമ്മൾ പറ്റിയിരിക്കുന്നവരായി തീരണം. ഇങ്ങനെ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അമ്മ അതിരാവിലെ എഴുന്നേറ്റ് ആമേൻ തൻ്റെ തലയിൽ കുറേ ഭാരവും അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചന്തയിൽ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് ഭാരവുമായിട്ട് ഇങ്ങനെ അതിരാവിലെ സമയം വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ ഇങ്ങനെ നടന്നമ്മ ഇങ്ങനെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ തലയിൽ ചുമടും ചുമ്മി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് ഒരു കാളവണ്ടിക്കാരനെ അമ്മ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കാളവണ്ടി കയറാമല്ലോ, എൻ്റെ ഭാരം എനിക്ക് എത്രയും ചുമക്കണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഈ അമ്മ എന്ത് ചെയ്തു? ഈ കാളവണ്ടിക്ക് മുമ്പിൽ കൈ നീട്ടി. കാളവണ്ടിക്കാരൻ നല്ല മനസ്സാക്ഷിയോടുകൂടെ വണ്ടി നിർത്തിക്കൊടുത്തു. അമ്മ ഈ കാളവണ്ടിയിലേക്ക് സന്തോഷത്തോടുകൂടെ കയറി. അതിനകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്ത് കാളവണ്ടിക്കാരൻ മുമ്പോട്ട് കാളയെ നയിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് കൊണ്ടുവരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാളവണ്ടിക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കാം, അമ്മമ്മയുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല, എന്തായാലും ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കാമെന്ന് ചിന്തിച്ച് കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ അമ്മ എന്താ ചെയ്യുന്നേ? തൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഭാരം എവിടെ വെച്ചിരിക്കുന്നത്? തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അത് തറയിൽ വെക്കുന്നില്ല. അമ്മ അത് തലയിൽ തന്നെ ചുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനാ ഈ ഭാരം നിങ്ങളെ തലയിൽ തന്നെ ചുമ്മിക്കൊണ്ടിരിക്കുന്നത്? അതിന് തറയിൽ വെക്കാൻ പാടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു മറുപടിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. മക്കളെ, എന്നെയോ കാള ചുമക്കുന്നു, എൻ്റെ ഭാരം കൂടെ കാള ചുമക്കണമോ? പ്രിയ ദൈവമക്കളെ, നമ്മളും ഇതുപോലെയല്ലേ? നമ്മളും ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ? ഇത് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാനും ഒരുപാട് കാര്യങ്ങൾ ഭാരപ്പെട്ടും പ്രയാസങ്ങളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോയപ്പോൾ നമ്മുടെ ഭാരം നമ്മൾ ചുമക്കാണ്ടതല്ല, അത് കർത്താവിൻ്റെ ചുമട്ടിൽ നമ്മൾ കൊടുക്കുക. വചനപ്രകാരം നമ്മൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറവിൽ വെക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി, ആമേൻ, ഗ്ലോറി, നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മളൊന്നുമല്ല പ്രിയ മക്കളെ, നമ്മൾ ആരുമല്ല, നമ്മളൊന്നും ആയിട്ടുമില്ല. നമ്മൾ ആകേണ്ടത് ദൈവകൃപയാ. ദൈവത്തിൻ്റെ കൃപയില്ല എങ്കിൽ ഈ പോർക്കള മേടുകൾ നമുക്ക് ഓടിക്കയറുവാൻ കഴിയത്തില്ല. ഈ ഭാരം നമ്മൾ പലപ്പോഴും ഇതുപോലെ തന്നെയാണ് പല മനുഷ്യരും ക്രിസ്തുവിലായിട്ടും ഭാരം ഇറക്കി വെക്കാതെ സ്വയം ചുമന്നുകൊണ്ട് ഇങ്ങനെ തളർന്നു ഓടുകയാണ്. സ്വയം ഭാരം വഹിച്ച് നടന്നാൽ നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകും. അതുപോലെ തന്നെ വചനത്തിൽ പറഞ്ഞു, മക്കളില്ലാത്ത ഹന്ന വളരെയധികം ആകുലതയോടുകൂടെ അവൾ ജീവിച്ചു. പെനീനയുടെ കുത്തുവാക്ക് കേട്ടു ദുഃഖിതയായി നടന്നു. കുറേ നാളുകൾ ചിലവിട്ടു. ഭർത്താവിൻ്റെ സ്നേഹവാക്കുകൾക്ക് അവളുടെ മനോഭാരം ലഘൂകരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവാലയത്തിൽ ചെന്ന് അവളുടെ മനോഭാരം ഇറക്കി വെച്ചപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതേ ഇല്ല. പലരും അവളുടെ കുത്തുവാക്കുകൾ പറഞ്ഞു. പ്രവാചകൻ പുരോഹിതൻ പോലും പറഞ്ഞു, അവള് വീഞ്ഞു കുടിച്ചു മത്തിയായിരിക്കുന്നു, അവൾ പുലമ്പുന്നു. പെനീനയുടെ കുത്തുവാക്കുകൾ, പലരുടെയും അസഹ്യ വാക്കുകൾ അവളുടെ ഹൃദയത്തെ താറുമാറാക്കിയെങ്കിലും അവൾ ഭാരപ്പെട്ടില്ല. അവളുടെ ഭാരം എന്തായിരുന്നു? എനിക്ക് മക്കളില്ല, എനിക്കൊരു തലമുറ വേണം, എൻ്റെ ആകുലത മാറണം, എൻ്റെ നിന്ന മാറണം, എൻ്റെ കഷ്ടത മാറണം, എൻ്റെ പ്രയാസം മാറണം, എൻ്റെ ഞെരുക്കം മാറണം എന്ന് അവൾ ആവലാതിപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. കണ്ണുനീര് അവൾ പരിസരം മറന്നു. പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പരിസരം മറന്നു
മറന്ന് നമ്മളും ദൈവത്തോട് നിലവിളിക്കാറില്ലേ? ദൈവമക്കളെ, നമ്മുടെ ഭാരങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ റൂമടച്ച് കഥകടച്ച് നിലവിളിച്ച് കരയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. കർത്താവ് ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി നമ്മളെ നടത്തുവാൻ ആ ദൈവ ശക്തിയുള്ള ദൈവമാണ്. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. തിരുവചനത്തിൽ മത്തായി 11:28 ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മളെ ഭാരങ്ങൾ അധ്വാനിക്കുന്ന കർത്താവ് ഭാരം ചുമക്കുന്ന നമ്മുടെ ഭാരങ്ങൾ കാണുവാനാണ് ആശ്വാസദായകനായ ദൈവം നമ്മുടെ നടുവിലുള്ളത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ തൻ്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം ചെയ്തു തരുന്ന യേശു നമ്മോട് കൂടെ എന്നുമുണ്ട്. അതിനാൽ ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. അവിടുത്തെ രാജ്യത്തിലെ മക്കളായിട്ട് നമുക്ക് തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഷ്ടതയും ഭാരവും പ്രയാസവും വേദനയും നിന്നയും ഒക്കെയും മാറി ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായി പരമാർത്ഥ ഹൃദയമുള്ളവരായി നാം പലതിനെ ചൊല്ലി വ്യാകുലപ്പെടാതെ ആകുലപ്പെടാതെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് കർത്താവ് അടുത്ത് ജീവിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ തൻ്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം ചെയ്തു തരുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. അതിനാൽ നാം ആകുലപ്പെടേണ്ട കാര്യമില്ല. അവിടുത്തെ രാജ്യത്തിലെ മക്കളായി നമുക്ക് തീരാം. പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ ആത്മഭാരമുള്ളവരായി ആത്മാവിന്റെ പുതുക്കം പ്രാപിച്ച് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, സ്വർഗീയ രാജ്യത്തിന് ഓഹരിക്കാരായി അവകാശികളായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അടിയന്റെ ഈ തിരുവചന വചനത്തിൽ നിന്ന് അടിയൻ ദൈവസ്ഥൻ ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.